മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിലേ. Good morning, everyone. We are gathered here for the funeral service of Mr. Reggie Kurian Kurigesu. We want to welcome the family, friends, and colleagues to this service this morning. First of all, we want to express our sincere condolences to the family. ഈ പ്രത്യേക അവസരത്തിൽ ഞങ്ങളുടെ ദുഃഖം പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. We hope and pray that this service will be a blessing and a comfort to everyone. This program is streaming across the world. The family of Brother Reggie and Sister Sally are watching this from India, and we want to welcome them as well this morning. Let's pray. പ്രാർത്ഥിക്കും. സ്നേഹവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയ റജി കുര്യൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ഈ ശുശ്രൂഷയിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് കർത്താവെ അവിടുന്ന് സഹായിച്ചു. അതിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സഹോദരി സാലിയെയും പ്രിയ റോഷനെയും കുടുംബാംഗങ്ങളെയും വിദൂരതയിൽ ആയിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. സർവാശ്വാസങ്ങളുടെ ഉറവിടമായ ദൈവമേ, നീ എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Lord, we commit this service in your hand. We pray that your presence will be with us throughout this
service. We give you the glory. In Jesus' name we pray. Amen. Now I'm going to ask Pastor Verghese Thomas to come, and he's going to read a portion of scripture from Gospel of John chapter 14. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതേ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. Let's all stand together as we sing the song number 2 in this program. ശോഭയേറും ഒരുനാടുണ്ട്. ശോഭയേറും ഒരുനാടുണ്ടത് കാണമേ വിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം ചേർന്നിടും ഭംഗിയേറിടും ആ തീരത്ത്. ചേർന്നിടും ഭംഗിയേറിടും ആ തീരത്ത്. നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം. ഖേദം രോദനമങ്ങില്ലല്ലോ, നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. സ്നേഹമാം സ്വർഗദാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെന്നീയരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും. ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. By and by we shall meet on that beautiful
shall meet on that beautiful shore. The sweet by and by, we shall meet on that beautiful shore. You may be seated. Thank you that you are here for this special service. Many of you have known Mr. Raji Korean. He has been in this country for a while, and he is familiar to most of us. And this morning we had gathered here to give farewell to our dear brother Raji Korean. And we have Sister Sally and Roshan among us. So you all know that they're grieving. Please remember them in your daily prayers. Next item in our program is tribute. And I'm going to ask Pastor T.S. Matthew to come forward. He knows Brother Raji very well. They work together. And this morning I'm going to request Pastor T.S. Matthew to come and take a few minutes. And he is the president of the Malayali Pentecostal Association in UK. Please. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ വേദനയുടെ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മളുടെ കൂടെ നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ കരുതുകയും ചെയ്തിരുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കൂട്ടുപ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതർ, നമ്മുടെ രക്തബന്ധമുള്ളവർ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വളരെ വേദനകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സമയത്താണ് ഇങ്ങനെയുള്ള മരണം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദൈവവചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്നു. അതേത് സമയമാണെന്ന് ആർക്കും പറയുവാൻ തക്കണം കഴിയുകയില്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയ സിസ്റ്റർ സാലി, അവർക്ക് ദാനമായി കൊടുത്ത പ്രിയ പൈതൽ, അതുപോലെ ഇവിടെ ഒരു ഭൗമ്യ ശരീരം വെച്ചിട്ടുണ്ട് റെജിയെക്കുറിച്ച് എനിക്കിപ്പോൾ ഓർക്കുവാൻ തന്നെ കഴിയുന്നത് 2010 അദ്ദേഹം ജോലിയുള്ള ബന്ധത്തിൽ ഞാൻ ഇവിടെ ഹീത്രോ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിന് ഒരു ജോലി ആവശ്യമാണെന്ന് പറയുകയും ചെയ്തപ്പോൾ ഞാനൊന്നും നോക്കാതെ അദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ തക്ക ഇടയായി തീർന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ അധികം നാൾ ഞാൻ അവിടെ ജോലി ചെയ്തില്ല. എന്നാൽ ഏകദേശം ഒരു 6 മാസക്കാലം അദ്ദേഹം ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത സമയത്ത് അദ്ദേഹത്തോട് ഈ യേശുവിനെ കുറിച്ച് അനേക കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കണം ഇടയായി തീർന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് കാണുവാനും അറിയുവാനുമൊക്കെയും കഴിഞ്ഞത് അദ്ദേഹം ഇടയ്ക്ക് മീറ്റിങ്ങുകൾക്കൊക്കെ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം കൂട്ടായ്മകൾ കടന്നു പോകുന്നുണ്ട്. 2012-13 ഈ MBA കോൺഫറൻസ് നടക്കുമ്പോൾ ഞാൻ ആ കോൺഫറൻസിൽ നിൽക്കുമ്പോൾ ഓടി വന്ന ചായോ എന്ന് വിളിച്ച് വളരെ സ്നേഹം എന്നോട് പങ്കിടുവാൻ തക്കണം ഇടയായി തീർന്നു. അന്നേരം ഞാൻ ഓർപ്പിച്ചു, ആത്മീയമായിട്ട് എങ്ങനെയൊക്കെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സന്തോഷമായിരിക്കുന്നു. വളരെ താഴ്മയുള്ള ഒരു വ്യക്തിയായിട്ട്
എനിക്ക് അദ്ദേഹത്തെ കാണുവാൻ തക്കോണം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ വളരെ വേദനയുണ്ട്. ഇങ്ങനെ ഈ ചെറുപ്രായത്തിൽ തന്നെ 49 വയസ്സെന്ന് പറയുന്നത് വളരെ കൂടുതൽ പ്രായമൊന്നുമല്ല. അത് ആർക്കും ഏത് സമയത്തും എങ്ങനെയും വന്ന് സംഭവിക്കാം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത്, നമ്മളെല്ലാവരും മരിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദൈനംദിനമുള്ള നമ്മുടെ ജീവിതത്തിൽ നാം എപ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ നിമിഷവും നാം എപ്രകാരം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു എന്നുള്ളൊരു വിഷയം നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ചിന്തിച്ചോട്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യത എന്ന് പറയുന്ന തുറമുഖത്ത് എത്തിച്ചേരുവാൻ ഗുണം നമുക്ക് കഴിയുകയുള്ളൂ. ഇപ്പൊ ഈ റെജിയോട്, അല്ലെങ്കിൽ ഈ ഭൗമിക ശരീരത്തോടൊന്നും പറഞ്ഞാൽ ഒന്നും മനസ്സിൽ ഒന്നും നമുക്കറിയാലോ, ഒന്നും പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഇരിക്കുന്നവർക്കോട് ഈ ശരീരം എന്ത് ഓർപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത നിമിഷം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതല്ല. എന്നാൽ നമ്മളുടെ ശിഷ്ട ദിവസങ്ങൾ, അല്ലെങ്കിൽ ശിഷ്ട ആയുസ് കർത്താവിൻ്റെ സന്നിധിയിൽ എപ്രകാരം ആയിരിക്കുന്നു. ലോകം ഒരു വല്ലാത്ത വഷളത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹൃദയദാസൻ എന്ന നിലയിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നമ്മുടെ ജീവിതം നമുക്ക് വളരെ ഭക്തിയോടും വിറയലോടും ദൈവഭയത്തോടും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് അവൻ നമ്മളെ കൊണ്ടെത്തിക്കും. ഇനി റെജിയോടൊന്നും പറയുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ സിസ്റ്റർ സാലിയോടും പ്രിയ പൈതലിനോടും എനിക്കിന്ന് പകൽക്കാലം ഓർപ്പിക്കുവാനുള്ളത്, ഇനിയുള്ള സമയം കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെട്ട്, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, ആ വിശ്വസ നാടിനു വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ തക്കണം കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രമിനിയില്ല. പുതിയ യെരൂശലേം എന്ന പുതിയ നഗരം, ഈ പുതിയ യെരൂശലേമിൽ സമുദ്രമില്ല, അവിടെ തിരമാലകളില്ല, കോളിളക്കങ്ങളില്ല, മരണമില്ല. നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഇതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ആ പുത്തനാം യെരൂശലേമിൽ ഇതൊന്നുമില്ല. ദൈവമക്കളെ, നമ്മളുടെ ഓരോ ദിവസമുള്ള ക്രിസ്തു ജീവിതം, ഞാൻ എപ്പോഴും ഓർപ്പിക്കാൻ ഒരു വിഷയമുണ്ട്. ഇവിടെ മലയാളികൾ കൂടുതൽ ഇരിക്കുന്നുണ്ട്, ഞാൻ ഓർപ്പിച്ചോട്ടെ. കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും, സൺഡേ മാത്രം നമുക്ക് പോയാൽ മതിയല്ലോ, ഇടക്കൂട്ടത്തെ കൂട്ടായ്മയ്ക്കൊന്നും നമുക്ക് വേണ്ട. എന്നാൽ ഇവിടെ ഇരിക്കുന്നവരുടെ ഒരു കാര്യം ഓർപ്പിച്ചോളട്ടെ, ഈ ഭൗമിക ശരീരവും അത് നമ്മളെ ഓർപ്പിക്കുന്നു. കൂട്ടായ്മയ്ക്ക് കടന്നുപോയി ദൈവവചനം ശ്രദ്ധയോടുകൂടെ ചിന്തിച്ച് പഠിച്ച് ദൈവദാസന്മാരെ അനുസരിച്ച് ദൈവവഴിയിൽ ജീവിക്കുന്നുവെങ്കിൽ, നമ്മ മുമ്പ് ഞാൻ വായിച്ചു കേൾപ്പിച്ച 21-ാം അധ്യായത്തിൽ പറഞ്ഞ വാക്യം പോലെ, ഓളങ്ങളും തിരമാലകളും ദുഃഖങ്ങളും മരണവുമില്ലാത്ത ഒരു മനോഹരമായ ദേശത്ത് നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരുവാൻ ഗുണം കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഓർപ്പിച്ചുകൊള്ളട്ടെ, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഞാനതിൽ തന്നെ ഒന്നും സംസാരിക്കുന്നില്ല. എനിക്ക് ഈ കുടുംബത്തോട് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആ പൈതല് യേശുവിനെ പിൻപറ്റുവാൻ ഗുണം ഇടിയായി തീർന്നല്ലോ. അല്ലെങ്കിൽ സിസ്റ്റർ സാലി യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തല്ലോ. അതാണ് ജീവിതത്തിൽ ഏറ്റവും ധന്യമായ ഒരു കാര്യം. ശിഷ്ടായുസ് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ സമ്പൂർണമായി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും, ഈ നിങ്ങളുടെ ദുഃഖത്തിൽ എന്റെയും പങ്ക്, ഞാൻ ശുശ്രൂഷിക്കുന്ന ഫിലദൽഫിയ ക്രിസ് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെയും അതുപോലെ MBയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെയും കമ്മിറ്റി മെമ്പേഴ്സിന്റെയും ഏരിയ മെമ്പേഴ്സിന്റെയും എല്ലാവരുടെയും ദുഃഖം ഈ തരുണത്തിൽ ഈ കുടുംബത്തോടൊത്ത് പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. Now I'm going to request Mr. Nadeem Salim to come, and he is the landlord of Raji and Sally. Hello. I haven't really done a speech, but just wanted to say a few words. Reggie, has been with me for nearly 5 years. Him, Roshan, and Sally. Beautiful family. He was a lovely man,
really kind, gentle at heart. And if anybody knew Reggie, he was such a humble man that I couldn't believe. Sometimes I used to spend hours and hours trying to reason with him, and he used to just give you a beautiful smile and just talk to you, like sometimes he was even very hard for him to even make eye contact with me, And I used to say, Reggie, I love you, man. I hope that you can have peace in your life and you can enjoy your family and try and move on with yourself. But Reggie was such a gifted man in so many ways, that he loved his family, he loved his co-workers, he loved people around him. And when I could always smell lovely food, he was a great cook. He was always doing things in the house, always up to something, And I used to go and talk to him. The last week, just before he passed away, we started speaking in Punjabi. He was a very nice man, always joking and having fun as well. And I was saying to Reggie, we need to do something this year. Let's do something. Me, you, Sally, Roshan, let's do something. Because I was more than a landlord. We ended up becoming a family. And Reggie always called me Nadeem. He used to say, Nadeem, you are my true brother. If there's anyone who's my brother, you are my brother. And I said, well, if you're my brother and I love you, you need to reason with me. You need to reason with Roshan. You need to reason with us all. And he goes, yes, brother, I love you. And that's all the words he used to say. And I don't know, very few people in this world today, I think, with his family and the humbleness he had, he won lots of hearts. He won my heart today. And I hope I hope the light guides him to heaven and his soul rests in peace. And, the same with Sally and Roshan, I hope they can find peace today as well. And, I am going to miss my brother a lot. We spent many years together. And I know a lot of his probably co-workers that worked with him as well. He was probably one of the hardest workers out there. And I think people loved him. I used to get phone calls as well saying, oh, we haven't heard from him. I was saying, yes, and then all of a sudden, Reggie used to be back at work again. 2-3 days he used to be missing. And then all of a sudden, he's back out there in front of people. He's a very quiet man, and that was the humbleness about him. Even with my wife and my kids, my wife obviously treated him like a brother as well, and Sally and Roshan practically grew up in front of us, And he was always knocking on my door, oh, Brother Nadeem, if he ever needed something, I was always there for him. And if I ever needed anything from him, he was always there for me as well. So that brotherhood was always there, and it's so hard for me, probably to say my goodbyes today, but that's all I've got to say, and I hope his soul rests in peace, and the light does guide him to heaven today. Thank you very much. Thank you, Nadeem. Now, I'm going to request one of the representatives from the Imperial College Healthcare NHS Trust. Anyone here? Sister Sally works with St. Mary's Hospital. And we have a representative from the hospital to say. Good morning, everyone. Reg, when I met him, was a very nice man. And Sally, she's my co-worker, and everybody loved her so much. We worried about her so much because of certain things she's been going through. But Reggie, when you meet Reggie, he's a very, very lovely man. I was with him the last day of his life. And to be honest with you, I couldn't cope in my heart, to miss a lovely person like him. And my prayer is that Sally and Russia will find peace in their heart, and may his soul rest in perfect peace. Thank you, everyone, and God bless you all. Thank you. Let's all stand together. We're going to sing one Malayalam song from this program sheet. Onnumillaymegil nindanne ennullaya part number 3. Onnumillaymegil nindanne
നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നേ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും ഈ ലോകത്തിൽ വന്നേശു എന്നെ മാലൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പാടുകൾ നീജമരണവും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നാശമില്ലാത്ത അവകാശം നാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയും വാടമൂടികളും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. You may be seated. എല്ലാവർക്കും ഇരിക്കാമല്ലോ. Now I'm going to ask Brother Raji's one and only son, Roshan, to come, and he's going to share a few words. Praise him. Good morning. As I stand here, I see friends and relatives that have come from great distances to be there for my dad. I'm humbled and quite frankly impressed at how much he has touched our lives. I can only speak for myself, but when I think of how he touched my life, the first word that comes to my mind is admiration. Losing my father is one of the most difficult things I've gone through. As I'm standing up here today, I realize how fortunate I was to have him as a father. There are not much words to express his influence in my life. I also admire him because of the kind of father he was to me personally and how much he loved me. And that was a man who he kept his promises and he honored his commitments. He was a man of integrity. He would never accept my excuses and complaints. He never wanted me to take the easy way out and would never let me quit. He wanted me to experience and see things to the end and in a very practical manner, and always wanted to end it without problems. One of his best qualities was that he was very hardworking and he knew the value of achievement and success. He'd wake up every morning and went to work, and he came back to provide for his family. He was rarely sick. He would even go work even if he was a bit ill or he didn't feel well.
He would highlight the fact and believed in people working hard and treating people right, and a blessing from God. You will always have a good life. Needless to say, I loved my father immensely. We always have special memories of him that we'll always carry in our hearts for the rest of our lives. He would always reflect an amazingly kind and generous soul, and he will always be with us in spirit. He showed his strength and love right up until his last days with us. He will be missed. I'll miss my father and the source of my convictions. I'll miss my inspiration. Thank you for coming. Thank you, Roshan. Now we're going to hear from a servant of God who is the pastor of this church, Reverend Joe Korean. He is the UK cross-cultural overseer, and he is very well known among the Malayalam people as well as the others in UK. And it is a privilege and it is an honor to have the great servant of God among us. And Reverend Dr. Joe Korean is going to come and he's going to share a few minutes from God's Word. I'd like to take this opportunity to share our condolences with the grieving family of Reggie. And I pray, as all of us pray, that the peace and the presence of the Lord Jesus be with the family, those who are here and those who are in India and other parts of the world. Parting is painful, but sometimes we just cannot take it anymore. We just have to accept the fact. As the scripture says, the Lord giveth, the Lord taketh, and blessed be the name of the Lord. Yehova തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. And I wanted to say on behalf of my family and of this church to Sally and Roshan and the members of the family, those who are present here, our prayers are with you. We pray that Jesus will comfort you and strengthen you and to help you to go through this grieving process. Pastor Saji Matthew, the pastor of the West London Church of God, asked me to share a few words at this occasion, so I wanted to take a few minutes just to share from God's Word to encourage everyone, to strengthen the hearts and the minds, those who are listening to us now. In the Bible, in the book of Ecclesiastes, it is written like this, and I'm reading from chapter 12, verse 1 onwards. The Bible says, "Remember now your Creator in the days of your youth, before the difficult days come, and the years draw near when you say, 'I have no pleasure in them.' While the sun and the light, the moon and the stars are not darkened, and the clouds do not return after the rain. In the day when the keepers of the house tremble, and the strong men bow down, when the grinders cease because they are few, and those that look through the windows grow dim." Verse 4, "When the doors are shut in the streets, and the sound of grinding is low, when one rises up at the sound of a bird, and all the daughters of music are brought low. Also they are afraid of height and of terrors in the way. When the almond tree blossoms, the grasshopper is a burden, and desire fails." And the next line says, "For man goes to his eternal home, and the mourners go about the streets." The former speaker, Pastor T.S. Matthew, mentioned about man's destiny. As we read in the book of Hebrews chapter 9, verse 28, it is appointed for man once to die and then the judgment. Death is sure, but the time is not sure. Everyone sitting here and those who are watching through the live stream, we have known Reggie and we have loved Reggie. And the beautiful words from Nadeem and others here, and Roshan and Pastor T.S. and others here, you can speak so many things, wonderful things about this man called Reggie.
But sadly, Reggie is not with us to listen to all that we have to say today. But if you were able to tell him things while he was alive, thank you for taking the time. Especially those who shared the good news of Jesus with him, to strengthen him. He may have been a man who's gone through lots of hardships in his life. Whatever happened, he had a short life, and we're all saddened because of that. We all wish with Sally and Roshan and other family members that Reggie had a long, long life, but it was God's will for him to go at this time. The scripture also says that death entered into the world through sin. When Almighty God created man, death was not part of the program. That man will live long and long and long and eternally with God. But the entrance of sin has shortened the life, and it has taken away peace and joy. Sin has brought death upon the face of this earth. Death is separation. It is separation not only from us, but for Reggie now, he is separated from his body. There are 3 stages of life mentioned in the Holy Bible. Number 1, while we are in the body. Number 2, absent from the body. And number 3, present or before the judgment seat of Jesus Christ. Now we are all in the first stage now. We are in the first stage, living in our body. In this life, in this short life, get to know your Creator. Live in peace and get to know the principles of the Scriptures. And live a decent life. A life that has received the forgiveness of our sins. Then live for God. And that's what in this life Almighty God expects. Not to indulge our life in the worldly things and forgetting our Creator, but to love God and to love our neighbors and to be decent in our families, in our service to the humanity. The second aspect of man is we are absent from the body. That's what happened to Reggie right now. One day, if there is time, we all will be absent from our bodies. When you're absent from your body, where are you present? That is a big question many people ask. Once man leaves this body, where is the spirit? Where is that essence of the man? The Bible has the answer. If a person has believed and died in Jesus, that person's soul and spirit will be with Jesus in heaven. But if a person died without Jesus, the Bible also says that person's spirit and soul will go to a place of torment. The Bible says hell. There is a heaven and there is a hell. Jesus said, I am the way, the truth, and the life. No one comes to the Father without me. So if anyone has rejected Christ, the Savior of the world, Savior of the whole world, and my message today is that it is bad news for them. But the good news is that Christ gives you forgiveness. And I'm sure Reggie has found Jesus Christ as his Savior and Lord. And my colleague pastor has shared with him many times the gospel of Jesus. So these two places are distant from each other. We cannot switch from one place to the other place by charitable works or prayers or lighting candles. It doesn't do any good. We have to make up our mind and our choice while we were alive and well on the face of the earth. In the book of 2 Corinthians, Paul the Apostle wrote, in chapter 5, verse number 1, he says, there is an eternal home waiting for us. We hope that Reggie has reached his eternal home. This is our prayer for everyone. In order to be in the eternal home, we need to know the one who is living there. You cannot be a stranger and walking into the eternal home. If I do not know Christ as my Savior, there is no entrance in heaven for me. Hell is a place of torment,
In the book of Revelation, chapter 20, verse number 15, we read, "Whoever's name is not written in the book of the Lamb, they will be thrown into the lake of fire." My friends, I'm not sharing this to scare anybody, but I'm telling the fact so that you and I in our lives, we can be careful how we live. So that you cannot say, "I never knew about this." The Bible is God's word, not just for Christians, it's for all people everywhere. Jesus is not just for the English people or the Americans. Jesus came as a savior for all people everywhere. On the very first Christmas time, when Jesus was born, angels from heaven announced, "I bring you good tidings of great joy that is to all people. Today in the city of David, the Savior is born, and he is Christ the Lord." As I close my brief words here, I pray that all of us listening and all of us are attending in this homegoing of Regin, may our hearts be challenged and inspired and stirred, so that our life will be an example. Our life will be a challenge that in this short life, will you choose heaven or will you choose hell? The choice is ours. Jesus said in John's Gospel, chapter 11, verse number 25 and 26, "I am the resurrection and the life. He who believes in me, though he may die, he shall live." This is the blessed hope of every believer in Jesus. യേശു പറഞ്ഞു, "ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവിക്കും." മരണം അവസാനമല്ല പ്രിയ സുഹൃത്തുക്കളെ. മരണം ഒരു എൻട്രി പോയിന്റ് മാത്രമാണ്. ഇവിടെ നമ്മൾ അവസാനിക്കുന്നു, എന്നാൽ നമ്മുടെ നിത്യജീവന്റെ ആരംഭം മരണത്തോടെയാണ്. When we end our human life, our earthly life here, our eternal life begins at that point. And Jesus said in the scripture, "Whoever lives and believes in me shall never die." Do you believe this? This is a time for us to really ask ourselves, "Lord, where do I stand?" We sit here, mourn with the family, and grieve with the family of Regin. Our hearts go out to the family. As everyone expects, we wanted to have longer life, happier life. But of course, Regin's family is now grieving those who are in India and those who are here as well. But for us, there is still time. Regin's time has come and he has gone. As the colleague said, let him rest. But we must do our part. ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം. അനേകർക്കും ക്രിസ്തുവിൽ മരിക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുവാൻ അവർക്ക് ആഗ്രഹമില്ല. In order to die in Christ, we have to live in Christ. And I pray that your lives will be challenged. Your lives will be lives that will be taken not for granted, but to say, "Lord, you gave me a life. But in this life, what do I do?" Find Jesus as your Savior. He will take you step by step through all stages, and He will take you into the eternal home. The one came from heaven. Yes, He will take you back to heaven if you follow Him. My cry and my plea to everyone here and those who are listening near and far is that time is short. When the appointed time comes, none of us can say, "Well, can you give me, God, a bit more time?" We cannot. I wish Regin could say that. Just before his death, we don't know how he felt, and he probably wanted to live longer so that he can see Roshan growing up and earning a degree and, of course, becoming mature and getting a job and even married and having family, and he wanted to probably. But that was cut short, and we are saddened by that. But we can at least tell the family there is hope.
And the hope now for Sally and Roshan and the rest of the family members is not in the economic system we have here, not in anything which people offer, but the peace of God that passeth all understanding. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. സാലിക്കും കുടുംബത്തിനും റിച്ചിൻ്റെ മറ്റ് ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ ആ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നേരുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ റിജിനിൽ കൂടെ ലഭിച്ച നന്മകൾ ഓർക്കുക, ആ നല്ല ദിവസങ്ങളെ ഓർക്കുക, ആ നല്ല വാക്കുകളെ ഓർക്കുക, അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികളെ ഓർക്കുക. Let that good memories take you through all stages of life. I want to say thank you for this time. Thank you for listening. May the Lord's peace rest upon each one of you. God bless you. Thank you, Pastor, for that message. West London Church of God ഇന്റെയും Church of God UK അയർലൻഡിൻ്റെയും മലയാളി പെൻ്റെക്കോസ്റ്റൽ അസോസിയേഷൻ്റെയും ദുഃഖവും പ്രത്യാശയും ഈ സമയം പ്രിയ കുടുംബാംഗങ്ങൾക്ക് നേരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Let's all stand together. We're going to sing the final song, number 5 in this program. കത്രുകാകളം യുഗാന്ത്യകാലത്തിൽ തെളിയിക്കും. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതോപിതത്തിൽ കപ്പലേ രക്ഷാപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെന്തേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും ക്രിസ്തുവിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭതാരിപ്പാനുയർത്തുതാ ഭക്തർഭാവനിൽ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെന്തേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെന്തേരും കർത്തൻ പകലധ്വാനം ചൊല്ലിങ്ങനെ ഞാൻ ചൊല്ലിടട്ടെ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല ചെയ്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെന്തേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും. You may be seated. എല്ലാവർക്കും ഇരിക്കാമല്ലോ. Now I'm going to ask one of Sister Sally's relative, Mr. George Joseph. He's going to give us the word of thanks. Thank you, everybody. I've just
come to give word of thanks. It's a painful period now, and I can understand what Sally and Roshan is going through, and it feels terrible. But I'd like to thank the people who are very supportive. First, I'd like to thank Pastor Sergi, because he's been like a right-hand anchorman who's been very supportive. He's taken help and action and come and supported the family, especially during this period of grief, especially with his family support. The next group of people I'd really like to thank are the two families, which I'd call the first, the church, the West London Church of God, who have, each of the members have taken time to go and support both Roshan and Sally at their time of need. The other family, which is the work family, and everybody in the family have taken time and come to support them at their time of need. And there are three particular people whom I feel have supported them more, especially when they felt that she didn't have anybody close by. One was matron Mariam Philip, and the others were the managers, Pendy and Molly. Though all of them were very supportive, but I'd like to thank everybody in the staff of St. Mary's at Paddington who were supportive there for her. The members of the church, I'd like to thank the leaders of the church, especially Verghese Pastor and his family, because from what Sally has told me is that every time in time of need, he was there to pray for them with his family. The next was Pastor Joe and Simone Corinne. They're the senior members, I know that, and they have also taken time to help them in their time of need. Now, the next person I'd like to thank is actually Nadeem. He, though being a neighbor, was more like a brother, like he's mentioned in his remembrance speech. I think that was quite touching, and he was helpful at that time. The other family who was really supportive was Mustafa and Munira Mustafa. They were quite helpful. Whenever Sally needed, and the Roshan, and also even Reggie needed help, they were there. And they were what we call the classical good neighbors, which goes for Mr. K as well. He was always there when Reggie needed him, especially when he was unwell, when he was taking time off work. He was a supportive right-hand man. Now, finally, I'd like to thank my cousin as well. Again, he's also called George. He's been helpful for supporting Pastor Sergi around as well. And also everybody who has come here today and who's also been supportive. And what everybody does not realize is that when you come forward, though at that time we can't show it, it does touch you. And finally, I'd like to thank Spicer Funeral Directors. I think they've been very professional, but also they've been very helpful in taking all action to make this it didn't look very difficult at all. And so finally, I'd like to thank also Pastor T.S. Matthew for coming and giving a touching word about him. So thank you, everybody. And so I'd like to end this by thanking you all for coming here. Finally, I'd just like to add one more thing. There will be a Thanksgiving lunch here at about 1 o'clock in the church hall. But before I finished, I just thought I'd mention a word. Every time someone passes away, think about it. If it's you, what will you do? Go meet the loving ones whom you know, everybody. Meet them, because if you tell them thank you, they'll really appreciate it. Thanks a lot. Thank you. Let's all stand together. We're going to pray, and then we'll be opening the casket. I request Mr. Rakib, please come, and as we get ready to view the body, let's pray. Our loving Heavenly Father, we thank Thee and praise You for this beautiful day. Lord, we thank You for the life of Reggie Korean. Lord, we heard that he led a very humble life. Lord, we thank You for blessing this service this morning.
Lord, I pray that you comfort Sister Sally and Roshan and all the family members here and abroad. Lord, we thank you for the church family and the friends and the colleagues who has been a blessing and a comfort to the family. We pray that you continue to bless them. Lord, we thank you for helping us this morning so that we can have a beautiful service here. We can remember the blessings of God upon our life. We can think about the future, how we should live. Lord, we commit the rest of the programs in your hand. Have thine own way. We pray for the weather. We pray that we will have a good weather as we go to Beaconsfield for the interment. We pray for your blessings upon each and everyone gathered here. Comfort each other. Lord, help us to comfort one another. Lord, we thank you for your presence. Lord, you said in your word, I'm with you even to the ends of the earth. Lord, we thank you. In Jesus' mighty name, we pray. Amen. Praise the Lord. Now I request people who are sitting here, go first and then come back and sit here. Then we'll take the casket. Then we'll all go out at the end. If you want to see the body, please come, line up quickly. We don't have much time. Please do it quickly. Come this way and go that way. Another group can come this way. I think we don't have much time. That's why. Quickly. Please go back to your seats as you see the body. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാ
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. നാൾ വിട്ടു നാം പോകും, യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും. ഹായെന്തൊരാനന്ദമേ, ഹായെന്തൊരാനന്ദമേ. ഒരു നാൾ വിട്ടു നാം പോകും, യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും.
ഹായെന്തൊരാനന്ദമേ, ഹായെന്തൊരാനന്ദമേ. മുമ്പേ പോയ വൃതന്മാർ എത്രയോ ഭാഗ്യവാന്മാർ. കാഹളം വാനിൽ മുഴങ്ങുമ്പോൾ, ദൂതർ കാഹളം മുഴക്കുമ്പോൾ മധ്യവാനിൽ വന്നു ചേരും, മധ്യവാനിൽ വന്നു ചേരും. മുമ്പേ പോയ വൃതന്മാർ എത്രയോ ഭാഗ്യവാന്മാർ. കാഹളം വാനിൽ മുഴങ്ങുമ്പോൾ, ദൂതർ കാഹളം മുഴക്കുമ്പോൾ മധ്യവാനിൽ വന്നു ചേരും, മധ്യവാനിൽ വന്നു ചേരും. ആരും കാണാത്ത നാട്ടിൽ പുതുപുത്തൻ ഭവനമതിൽ നാഥൻ നമ്മെ ചേർക്കും, നമ്മെ മാറോടണയ്ക്കും. നാം എത്ര ഭാഗ്യവാന്മാർ, നാം എത്ര ഭാഗ്യവാന്മാർ. ആരും കാണാത്ത നാട്ടിൽ പുതുപുത്തൻ ഭവനമതിൽ നാഥൻ നമ്മെ ചേർക്കും, നമ്മെ മാറോടണയ്ക്കും. നാം എത്ര ഭാഗ്യവാന്മാർ, നാം എത്ര ഭാഗ്യവാന്മാർ. ഒരു നാൾ വിട്ടു നാം പോകും, യേശുവിൻ സന്നിധി ചേരും. വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും. ഹായെന്തൊരാനന്ദമേ, ഹായെന്തൊരാനന്ദമേ. നാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ.
ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. മായ ഇമ്പം വിടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം, നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനന്ദിക്കുന്നേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു തൻ മാർവോടണഞ്ഞിടുമേ. നേരായ പാതയിൽ സേവനം ചെയ്തു തൻ മാർവോടണഞ്ഞിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ.
ദൈവമേ, എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. And as we say goodbye to him, let's just read from God's word and pray. Pastor Saji will read 1 Corinthians chapter 15, verse 50 onwards. സഹോദരന്മാരെ, മാംസരക്തങ്ങളെ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാലത്തിങ്കൽ പെട്ടെന്നേക്കൽ എണ്ണമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ളത് പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. Let's sing one stanza of Amazing Grace. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now am found. Was blind, but now I see. 'Twas grace that taught my heart to fear, and grace my fears relieved. How precious did that grace appear! The
for this day. Lord, we come together as friends and family of our brother Reggie. Lord, we just come to this final resting place of our brother. Father, we thank you that you gave and you took, and blessed be the name of the Lord. And as we part from this place, as we say goodbye to him, we ask you to fill our hearts with the hope of the blessed resurrection of the Lord Jesus Christ and the resurrection of all those who are dead in Christ. Lord, your word says, the Lord himself shall descend from heaven with a shout, with the voice of the archangel, and with the trumpet of God, and the dead in Christ shall rise first. They which are alive and remain shall be caught up together with them in the clouds to meet the Lord in the air. So we ask you to comfort everyone, especially Sally and Roshan and the immediate family members and all of us here. And we give you praise and glory. Fill our hearts with the blessed hope that Jesus Christ is coming back again to take us back to home. And our blessed hope is this, that all of us who are here, we will be seen on that day when Jesus comes. In your wonderful name we pray. Amen. Thank For the dead in Christ shall rise first. And now, dear friends, brothers and sisters, to the loving care of our Heavenly Father, we commend the spirit of our brother Reggie and his body to the ground, earth to earth, and ashes to ashes, and dust to dust, anticipating the great resurrection when the dead in Christ come forth with a new body and endless life with Christ our Lord. Amen. The book of Revelation chapter 14 verse 13 says, Blessed are the dead which die in the Lord from henceforth. Yea, saith the Spirit, that they may rest from their labors, and their works do follow them. As we leave here the form of our dear brother Reggie, I pray that the comfort of God our Father and the Lord Jesus Christ and the abiding presence of the Holy Spirit will be with those who sorrow and with all of us. Amen. We'll have the final benediction. Before that, I'll ask the local pastor. I'm going to pray. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ സാലിസിസ്മയെയും റോഷനെയും എല്ലാ ബന്ധുമിത്രാദികളെയും കുടുംബാംഗങ്ങളെയും കർത്താവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദിവ്യമായ സമാധാനം കൊണ്ട് എല്ലാവരെയും ഇവിടെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. അതിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കും. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം. കരങ്ങളിലേക്ക് പിന്നെയും അടികളെ പരമേൽപ്പിക്കുന്നു. ദൈവഹിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിച്ച തിരുനാമത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുക. യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ. Now the grace of the Lord Jesus Christ and the love of God our Father and the fellowship of the Holy Spirit of God be with each one of us, and especially with the bereaved family of our brother Reggie, and with all God's people now and always. Amen. ധന്യമാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം, ശങ്ക
അറിയാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി, പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി, പിറ്റേന്നൊപ്പമുണർന്നിടാൻ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ